നമ്മൾ മലയാളികൾ കുറച്ചു നാളായി വലിയ ചർച്ചകളിലും വാർത്തകളിലുമൊക്കെ കേൾക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഈ കേസിലെ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുകയാണ്, എവിടെയും എത്തുന്നില്ല എന്ന പരാതി എല്ലാവർക്കുമുണ്ട്. അപ്പോഴാണ് അതിനെയൊക്കെ വെല്ലുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ശബരിമലയിൽ നടന്നതിനേക്കാൾ വലിയൊരു അമ്പലക്കൊള്ളയുടെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റെവിടെയുമല്ല, ഏറ്റുമാനൂർ അമ്പലത്തിലെ അതിപ്രശസ്തമായ 7.5 പൊന്നാന, അതിലെ സ്വർണ്ണപ്പാളികൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണത്തകിടുകളും കട്ടിളപ്പടിയിലെയും വാതിലിലെയും സ്വർണ്ണപ്പാളികളുമൊക്കെ കൊള്ളയടിച്ച് പകരം വെറും സ്വർണം പൂശി വെച്ചതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുകയാണ്. ആ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നതിനിടയിലാണ് ഇപ്പുറത്ത് ഏറ്റുമാനൂരിലും ഇതേ പാറ്റേണിൽ ഇതേ രീതിയിൽ കൊള്ള നടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിലുള്ള സ്വർണ്ണപ്പാളികൾ അവിടുന്ന് മാറ്റി പകരം ചെമ്പ് തകിട് വെച്ച് അതിന്മേൽ സ്വർണം പൂശുകയാണ് ചെയ്തത്. ഒരു ഭക്തൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവം വളരെ സീരിയസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ സഹായത്തോടെ ഇത് യഥാർത്ഥ സ്വർണമാണോ അതോ വെറും പൂശലാണോ എന്ന് പ്രാഥമികമായി പരിശോധിക്കാൻ വിജിലൻസ് ഇപ്പോൾ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാർത്ത പുറത്തു വന്ന ഉടനെ പതിവ് പോലെ അവിടുത്തെ ഭരണസമിതിയിലുള്ള സഖാക്കന്മാർ പറയുന്നത് എന്താണ്? അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഇതൊക്കെ വെറും വ്യാജ പ്രചാരങ്ങളാണ് എന്ന്. അവർ പറയുന്ന ന്യായം ഇത് അറ്റകുറ്റപ്പണിക്കായി പുറത്തു കൊണ്ടുപോയതായിരുന്നു എന്നാണ്. ശബരിമലയിലെ കാര്യവും ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. 2019 വിജയ് മല്യ ശബരിമലയ്ക്ക് നൽകിയ സ്വർണം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികളാണ് അവിടെ നിന്ന് കടത്തിയത്. സാധാരണ നിയമപ്രകാരവും ആചാരപ്രകാരവും ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട ഇത്തരം മരാമത്ത് പണികളോ സ്വർണം പൂശലോ ഒന്നും അമ്പലത്തിന് പുറത്തു കൊണ്ടുപോയി ചെയ്യാൻ പാടില്ല. അത് ദേവസ്വം പരിസരത്ത് വെച്ച് തന്നെ ചെയ്യണം എന്ന കൃത്യമായ ചട്ടമുണ്ട്. ആ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ശബരിമലയിലെ ആ വലിയ കൊള്ള അന്ന് നടന്നത്. അവിടെയും തീർന്നില്ല. നമ്മൾ എല്ലാവരും വിചാരിച്ചത് ഇത് 2019 കഴിഞ്ഞു എന്നാണ്. എന്നാൽ 2025 അതായത് കഴിഞ്ഞ വർഷവും ഇതിന്റെ തുടർച്ചയായി മറ്റൊരു സ്വർണം പൂശൽ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ SIT അന്വേഷണം 2025 സംഭവങ്ങളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പുറത്തു വന്നാൽ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളിൽ ഒരാളായ മുൻ ദേവസ്വം മന്ത്രി VN വാസവനും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N പ്രശാന്തനും പ്രതിക്കൂട്ടിലാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കഴിഞ്ഞ തവണ ഈ സ്വർണം പൂശാൻ വേണ്ടി ഇത് പുറത്തു കൊണ്ടുപോയത് ഹൈക്കോടതിയെ പോലും അറിയിക്കാതെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചായിരുന്നു. നമുക്കറിയാം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയെ മുൻകൂട്ടി അറിയിക്കണം. എന്നാൽ പ്രശാന്ത് അത് മനഃപൂർവ്വം മറച്ചുവെച്ചു. എന്നിട്ട് മുൻപ് ഇതേ കേസിൽ കുറ്റാരോപിതനായ പഴയ പോറ്റിയെ തന്നെയാണ് ഈ പണി വീണ്ടും ഏൽപ്പിച്ചത്. ഹൈക്കോടതി ഇതറിഞ്ഞ് ഉടനെ അത് തിരിച്ചെത്തിക്കാൻ ഉത്തരവിട്ടപ്പോഴേക്കും ആ സ്വർണം മുഴുവൻ ഇവർ ഉരുക്കി കഴിഞ്ഞിരുന്നു. ഉരുക്കിയ സ്വർണം അങ്ങനെ തന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പണി കഴിഞ്ഞിട്ട് കൊണ്ടുവരട്ടെ എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. അങ്ങനെ പണി കഴിഞ്ഞ് അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയതും 2019 ആ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്താകുന്നതും. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റുമാരായ പത്മകുമാറും N വാസുവുമൊക്കെ പ്രതിക്കൂട്ടിലായി. പക്ഷേ പാർട്ടി ഇവർക്കെതിരെ വലിയ നടപടികളൊന്നും എടുത്തില്ല. അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റു തുന്നം പാടിയപ്പോൾ ജനങ്ങളുടെയും ഭക്തരുടെയും അമർഷത്തിന് പ്രധാന കാരണം ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ളയാണ് എന്ന് പാർട്ടിക്ക് മനസ്സിലായി. അങ്ങനെ മറ്റൊരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോഴാണ് പത്മകുമാറിനെതിരെ ചെറിയൊരു സസ്പെൻഷൻ നടപടിയെങ്കിലും എടുക്കാൻ CPM തയ്യാറായത്. എങ്കിലും പത്മകുമാറിനെ കൂടുതൽ ഉപദ്രവിക്കാനോ ചോദ്യം ചെയ്യാനോ CPM ഭയപ്പെടുകയാണ്. അതിനൊരു കാരണമുണ്ട്. പത്മകുമാർ മുൻപ് ഒരു വലിയ കാര്യം തുറന്നു പറഞ്ഞിരുന്നു. നമ്മൾ ദൈവതുല്യരായി കരുതുന്ന ചിലരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. പത്മകുമാർ ദൈവതുല്യൻ എന്ന് ഉദ്ദേശിച്ചത് അവിടുത്തെ തന്ത്രിയല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാന ഭരണം കൈയാളിയിരുന്ന ഒരു പ്രമുഖൻ തന്നെയാണ്
അതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങോട്ടേക്കൊന്നും ആദ്യഘട്ടത്തിൽ അന്വേഷണം പോയിട്ടില്ല. കാരണം ഇടക്കാലത്ത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഭരണകൂടം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ പിണറായി വിജയൻ അവിടെ കൃത്യമായി ഇടപെട്ട് കേസ് ചവിട്ടിപ്പിടിച്ചു. ഹൈക്കോടതിയാണ് SIT രൂപീകരിച്ചതെങ്കിലും അത് ഹോം ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള പോലീസുകാരായതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ കേസന്വേഷണം സ്തംഭിച്ചു നിന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും ചൂടുപിടിക്കുകയാണ്. കാരണം അധികാരം കൈവിട്ടു പോയതോടെ പോലീസിന് മേലുള്ള ആ പഴയ പിടുത്തം ഇല്ലാതായി. ഇപ്പോൾ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുമുണ്ട്. പ്രശാന്ത് സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വാസവനും പ്രശാന്തനും ഒക്കെ പൂർണ്ണമായി കുടുങ്ങും. കാരണം ഹൈക്കോടതിയുടെ മുൻകൂർ അനുവാദമില്ലാതെയാണ് ഇവർ കോടികളുടെ സ്വർണം പുറത്തേക്ക് കടത്തിയത്. ഇതിലെ മറ്റൊരു വലിയ തട്ടിപ്പ് കൂടി പറയാം. 2019 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ആണ് ഈ സ്വർണം പൂശുന്ന ജോലി ചെയ്തത്. അവർ ഈ വർക്കിന് 40 വർഷത്തെ ഗ്യാരണ്ടിയാണ് രേഖാമൂലം തന്നിരുന്നത്. എന്നാൽ വെറും 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇത് വീണ്ടും കേടുപാടുകൾ തീർത്ത് സ്വർണം പൂശണമെന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോകാൻ പ്രശാന്തും വാസവനും ശ്രമിച്ചതിന്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 40 വർഷം ഗ്യാരണ്ടിയുള്ള ഒരു സാധനം 3 വർഷം കൊണ്ട് എങ്ങനെ കേടാകും? അതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും പണമിടപാടും നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. ഇവർ പറയുന്ന ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാർ ശ്രീകോവിലിലേക്ക് നാണയങ്ങൾ എറിയുമ്പോൾ അത് തട്ടി സ്വർണ്ണപ്പാളികൾക്ക് കേടുപാട് പറ്റിയെന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഭക്തർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന, ആളുകൾ ഏറ്റവും കുറവായിരുന്ന സമയത്താണ് ഇത്രയും വലിയ കേടുപാടുകൾ വന്നു എന്നിവർ പറയുന്നത്. ഇത് ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്പോഴിതാ ഇതിനിടയിലാണ് രാഷ്ട്രീയമായി വലിയൊരു ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. BJP സംസ്ഥാന നേതാവും MLAയുമായ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി VD സതീശന് ഒരു കത്തയച്ചിട്ടുണ്ട്. ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള വിഷയം CBIക്ക് വിടണം എന്നാണ് കത്തിലെ പ്രധാന ഉള്ളടക്കം. മുൻപ് പലരും BJPയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ ശബരിമല വിഷയം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മറന്നു, പ്രതികരിക്കുന്നില്ല എന്നൊക്കെ. എന്നാൽ ഇപ്പോൾ BJP ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാം. ഈ കത്ത് കിട്ടിക്കഴിഞ്ഞാൽ VD സതീശന് ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. കാരണം മുൻപ് കോൺഗ്രസിനെ കൂടി ഇതിൽ പ്രതിക്കൂട്ടിലാക്കാൻ LDF ശ്രമിച്ചിരുന്നെങ്കിലും വിജിലൻസ് അന്വേഷണത്തിൽ അതിലൊന്നും കഴമ്പില്ലെന്ന് തെളിഞ്ഞതാണ്. അതുകൊണ്ട് സതീശൻ ഇതിനെ പിന്തുണയ്ക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറും VD സതീശനും തമ്മിലുള്ള ആ ഒരു വ്യക്തിബന്ധം നമുക്കറിയാം. സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് എല്ലാ സഹകരണവും ഉറപ്പു നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കത്തിന്മേൽ പ്രതിപക്ഷം എന്ത് നിലപാടെടുക്കും എന്നത് നിർണായകമാണ്. CBI അന്വേഷണം വന്നാൽ ആരാണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ സൂത്രധാരനെന്ന് പുറത്തുവരും. അന്തരിച്ച മുരാരി ബാബുവും വാസവും പത്മകുമാറും മാത്രമല്ല, ഇതിനു മുകളിൽ നിൽക്കുന്ന പത്മകുമാർ പറഞ്ഞ ആ ദൈവതുല്യൻ ആരാണെന്ന് CBIക്ക് കണ്ടെത്താൻ കഴിയും. കൂടാതെ ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് അയ്യപ്പ ഭക്തരായ ആയിരക്കണക്കിന് ആളുകളുടെ പേരിലെടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ഈ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ CPMന്റെ ഈ കള്ളക്കൂട്ടങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഒന്നൊന്നായി വരികയാണ്. ഏറ്റുമാനൂരിലെ ഏഴരപ്പൊന്നാനയിലെ സ്വർണം കവർന്ന വാർത്ത കൂടി വന്നതോടെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം വലിയ ആശങ്കയിലാണ്. ഏതാനും ദിവസങ്ങൾക്കകം ഇതിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരും. കേരളത്തിലെ ഏതൊക്കെ മഹാക്ഷേത്രങ്ങളിൽ ഇത്തരം CPM ഭരണസമിതികളും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ചേർന്ന് കൊള്ള നടത്തിയിട്ടുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വലിയ ഭയമാണ് തോന്നുന്നത്. എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ, കൂടുതൽ സത്യങ്ങൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.